വിലക്കുറവിന്റെ പര്യായം. കണാരി ഫയർവർക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർവർക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്. പോയകാല തലമുറയുടെ പോഷക സമൃദ്ധാഹാരമായ ഈന്ത് നാട് നീങ്ങുന്നുവോ? തൊടിയിലെ ഈന്ത് മരങ്ങളാകെ രോഗബാധയിലാണ്. ഉടൻ തന്നെ രോഗബാധയിൽ നിന്നും ഈന്തിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സസ്യവും ഒരുപക്ഷെ അപ്രതീക്ഷിതമാകും. ഒരു കാലത്ത് ഏറെ പോഷകസമൃദ്ധമായ ഒന്നായിരുന്നു ഈ മരങ്ങളിലെ കായയായ ഈന്ത്. എന്നാൽ അടുത്ത കാലത്തായി ഈന്ത് മരങ്ങളാകെ കടുത്ത രോഗബാധയിലാണ്. ഇലകളിലും തണ്ടിലും കായ ഉണ്ടാകുന്ന ഭാഗങ്ങളിലുമൊക്കെ വെളുത്ത നിറത്തിൽ പൂപ്പൽ പോലെ വരുന്നു. പിന്നീട് ഇലയും മരവും ഉണങ്ങി നശിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ആദ്യഘട്ടത്തിൽ ഒരു മരത്തിൽ മാത്രമായി കണ്ടിരുന്ന രോഗബാധ പിന്നീട് സമീപ മരങ്ങളിലേക്കും വ്യാപിച്ചു. അതിനുശേഷം അടുത്ത പ്രദേശങ്ങളിലെ മരങ്ങളിലും ഇത്തരത്തിലുള്ള രോഗബാധ പടരുകയാണ്. പണ്ടുകാലങ്ങളിൽ പഞ്ഞമാസങ്ങളിൽ സാധാരണക്കാരുടെ പ്രധാന ഭക്ഷണമായിരുന്നു ഇതിന്റെ കായ. ഈന്ത് കായ പ്രത്യേക രീതിയിൽ സംരക്ഷിച്ച് ഉണക്കിപ്പൊടിച്ച് പുട്ട്, കൊഴുക്കട്ട, ഈന്തപിടി തുടങ്ങിയ പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിച്ചിരുന്നു. എന്നാൽ ഈ കാണുന്ന തരത്തിൽ ഈന്തക്കായ ലഭ്യമാകുന്ന തലത്തിലേക്ക് മരം വളരണമെങ്കിൽ കാലങ്ങൾ ഏറെ പിടിക്കുമെന്നും രോഗബാധയിൽ നിന്നും ഈന്തിനെ രക്ഷിക്കണമെന്നും ജനങ്ങൾ പറയുന്നു. കാലത്ത് അത്രമാത്രം ഔഷധ ഗുണമുള്ള ഒരു മരമായിരുന്നു അതിൻ്റെ കായും അതുപോലെ തന്നെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഈ വർഷം തൊട്ട് എല്ലാ സ്ഥലങ്ങളിലും ഈന്ത് മരത്തിന് മാരകമായ വൈറസ് രോഗം ബാധിച്ച് ഉണക്കം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കുറേ കാലമായി ഇങ്ങനെ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ആലോചിക്കുന്നത്. അങ്ങനെയാണ് ഇന്ന് ഇവരെ കണ്ട് ഈ രീതിയിൽ ശ്രദ്ധയിൽപ്പെടുത്തി ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ ഔഷധ ഗുണമുള്ള സസ്യം എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് തന്നെ ഇപ്പം ഷുഗർ രോഗികൾക്ക് അത്യാവശ്യം നല്ലപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണ പദാർത്ഥം കൂടിയാണ് ഇതിൻ്റെ കായ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കായ പറിച്ച് 2 വാവ് കഴിഞ്ഞോ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞോ ആളുകൾ ഉപയോഗിക്കാൻ എടുക്കുന്നതാണ്. ഈ സാധനം ഇപ്പോൾ കടയിൽ പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രായമുള്ള ആളുകൾ എന്ന് പറയുന്നത് ഈന്ത് മരം കുഴിച്ചിട്ടിയ ആളുകൾക്ക് ഇതിൻ്റെ കായ പറിച്ച് ഭക്ഷിക്കാനാവില്ല. 100 വർഷം കഴിഞ്ഞാലേ കായ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു മരവും കൂടിയാണിത്. അപ്പോൾ പഴയ കാലത്തുള്ള ആളുകൾ ഇതിനെ സംരക്ഷിച്ച് വന്ന് ഇപ്പം മാരക രോഗം വന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ എല്ലാം തന്നെ നശിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ രോഗം സംബന്ധിച്ച് ഗൗരവമായ ഒരു അന്വേഷണം നടത്തി കാർഷിക ശാസ്ത്രജ്ഞന്മാരെല്ലാം കണ്ടെത്തി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി കൂടി സ്വീകരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഓട്സിനോളം തന്നെ പ്രോട്ടീൻ ഈന്തുപൊടിയിൽ അടങ്ങിയിട്ടുണ്ട്. പേശികളുടെ ആരോഗ്യത്തിന് ഇത് സഹായകരവും രക്തക്കുറവ് പരിഹരിക്കാനും അസ്ഥികളുടെ ആരോഗ്യത്തിനും ഉത്തമമായ ഈന്ത് ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായകമാണ്. പഴയകാലത്ത് ഈന്തിന്റെ ഇലകൾ കല്യാണം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്ക് അലങ്കാരമായി പോലും ഉപയോഗിച്ചിരുന്നു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. അരുൺ എ എന്ന പടക്കക്കടയിൽ നിന്ന് 99 രൂപയ്ക്ക് 3 പാക്കറ്റ് പൂക്കുറ്റിയും 80 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. മനു ബി എന്ന പടക്കക്കടയിൽ നിന്ന് 64 രൂപയ്ക്ക് 2 പാക്കറ്റ് പൂക്കുറ്റിയും 88 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. ഏത് കടയിൽ നിന്നാണ് ലാഭത്തിന് പടക്കം കിട്ടിയത് എന്ന് പറയാമോ? കണാരി അതേ മാഷെ, കണാരിൽ നിന്ന് മാഷ് കണാരിൽ നിന്ന് പടക്കം വാങ്ങി നോക്കി, അപ്പം മനസ്സിലാകും. വൈവിധ്യമാർന്ന ശിവകാശി പടക്കങ്ങളുടെ മഹനീയ ശേഖരം, വിലക്കുറവിന്റെ പര്യായം. കണാരി ഫയർവർക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർവർക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്.